കർത്താവേ, നിന്റെ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോർ കരുളണമേ. നല്ലോർമ്മ നിന്റെ മഹത്വമുദീക്കുന്നാൾ. നിൽക്കണമവർ വലഭാഗത്തിൽ. പറയുമോ ഞങ്ങളുടെ കർത്താവായ യേശുമശിഹ, നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസ മുക്കിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോടപേക്ഷിക്കുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നിൻ മാതാവ് വിശുദ്ധന്മാർ എന്നിവർ തൻ പ്രാർത്ഥനയാൽ സ്വർഗപിതാവിന്നേകസുത വചനമതാം രാജാധീശ നിന്നെ വാഴ്ത്തും ഞാൻ. സഹജമതാമൃതിരഹിത കാരുണ്യത്താൽ മാർത്യന്മാർത്തൻ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതന വിമലത ശുചിയം നീവയുള്ള മഹിമാവിയലും ദൈവജനത്രീ കന്യകയാം മറിയാമീന്നും വേദമതന്നി മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോനാം മശീഹ നിജമൃതിയാലിവർത്തൻ മൃതിയെ മെതിച്ച് നിഹനിച്ചോനി അപരിപാവന തൃത്വൈക സ്വപിതാവോടൊപ്പം ജീവനഴും റുക്കുദിശ സഹിതം വന്ദിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണം. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു.
ഞങ്ങൾക്ക് വേണ്ടി ദൂഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായിസോൻ കുറിയേലായിസോൻ കുറിയേലായിസോൻ. ഭൂവിനശേഷം ദൈവത്താൽ പ്രേരിതരായ ശ്ലീഹന്മാർ പോയി ജാതികളിടയിൽ സീമയതോളം നല്ലേവൻഗേലിയോ കൈക്കൊള്ളുവോർക്കൊക്കെയും ഭാഗ്യമിതെന്നറിയിച്ചു സ്വർഗമഹാരാജ്യം. പരിശുദ്ധനായ സ്ലീഹന്മാരുടെ നടപ്പുകളുടെ ദിവസത്തു നിന്നും ഹബീബായി ബാറയ്ക്കുമോ. സ്ലീഹന്മാരുടെ സ്തുതിയും നമ്മുടെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അപ്പോസ്തലരുടെ പ്രവൃത്തികൾ 11-ാം അധ്യായം 19 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. സ്തേഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവം ഹേതുവാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെയും മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊയ്നീക്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളിൽ സഞ്ചരിച്ചു. അവരിൽ ചിലർ കുപ്രോസ്കാരും കുറേനക്കാരുമായിരുന്നു. അവർ അന്ത്യോക്യയിൽ എത്തിയ ശേഷം യവനന്മാരോടും കർത്താവായ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം വിശ്വസിച്ചു കർത്താവിലേക്ക് തിരിഞ്ഞു. അവരെക്കുറിച്ചുള്ള ഈ വർത്തമാനം യെരുശലേമിലെ സഭയുടെ ചെവിയിലെത്തിയപ്പോൾ അവർ ബർന്നബാസിനെ അന്ത്യോക്യയിൽ പറഞ്ഞയച്ചു. അവൻ ചെന്ന് ദേവറ കണ്ട് സന്തോഷിച്ചു. എല്ലാവരും ഹൃദയനിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു. വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്ന് അവൻ ശൗലിനെ തരുവാൻ തർസൂസിലേക്ക് പോയി. അവനെ കണ്ടെത്തിയാറി അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങൾ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. ഹബീബായി ബാറയ്ക്കുമോ. ചൊൽകട്ടെ നിദേവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൽ ശാപം പലതരമുപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നോ ദൈവത്തിനുപദേശം തോട്ടും അവസാനിപ്പിപ്പോന്തൻ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായി ബാറക്കുമോ. സ്ത്രീയന്മാരുടെ സ്തുതിയും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം ഇങ്ങനെയുള്ള ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങൾ മുമ്പേ അവയിൽ നടന്നു പോന്നു. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളയുവീൻ. അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ വീര്യപ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു. തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അതിൽ യവനനും യഹൂദനുമെന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല. ക്രിസ്തുവത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. ആഹായി ബാറക്കുമോ.
സ്തുതിബലികളാണ് ചേരിടുവീ കർത്തൃ പ്രാകാരി നിർമ്മല കാഴ്ചയുമാ കർത്തരെ സ്തുതി മദ്ബഹാമുമ്പിൽ ബാറയ്ക്കുമോർ നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. ബാറയ്ക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടി ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് നമ്മുടെ രക്ഷയ്ക്കായി തന്നെ സ്തുതികളും നാം എല്ലാവരും തന്റെ ഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ ആകയാൽ ഏത് സമയത്താണ് നിങ്ങളുടെ യജമാനൻ വരുന്നതെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് നിങ്ങൾ ജാഗ്രതയോടുകൂടിയിരിപ്പീൻ. ഏതോ യാമത്തിലാണ് കള്ളൻ വരുന്നതെന്ന് വീട്ടുടമസ്ഥന് അറിയാമായിരുന്നെങ്കിൽ അവൻ ജാഗ്രതയോടെ കൂടിയിരിക്കുകയും തൻ്റെ വീടിന് തുരങ്കം വയ്ക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. മനുഷ്യപുത്രൻ വരുന്നത് വിചാരിക്കാത്ത സമയത്താകിയാൽ നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. തക്ക സമയത്ത് തൻ്റെ വീട്ടുകാർക്ക് ഭക്ഷണം കൊടുപ്പാൻ അവർക്കായി യജമാനൻ നിയമിച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാരായിരിക്കും. യജമാനൻ വരുമ്പോൾ ഇപ്രകാരം ചെയ്യുന്നതായി കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവൻ തനിക്കുള്ള സകലത്തിൻ്റെയും മേലാവായി അവനെ നിയമിക്കുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. എന്നാൽ ദുഷ്ടദാസൻ എൻ്റെ യജമാനൻ വരുവാൻ താമസിക്കുമെന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുകയും തൻ്റെ കൂട്ടുകാരെ അടിപ്പാൻ തുടങ്ങുകയും മദ്യപാന്മാരോടുകൂടെ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്താൽ അവൻ വിചാരിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്നവനെ പിരിച്ചയക്കുകയും അവൻ്റെ അവകാശം കപടഭക്തന്മാരുടെ കൂട്ടത്തിലാവുകയും ചെയ്യും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഭാഗ്യമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ദൈവസുധാശുദ്ധകാരേ രക്തങ്ങൾ നിന്റെ ജനത്തിനു ഭാഗിച്ചോ. ആചാര്യന്മാർക്ക് നിന്നാഗമനെ നന്മണിയറ പോകി വാനവരൊപ്പം വിണ്ണവർ സംഘത്തിൽ നിന്നെ ശുശ്രൂഷിപ്പാനും സീതന്മാർ ചേർന്ന് സന്തോഷിപ്പാനും സ്തോത്രം ഘോഷിച്ചിടാനും ഹല്ലേലൂയ യോഗ്യത നൽകേണം. സൗമൻ കാലോ ഭാഗ്യമോർ നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് കരുണയും ദയവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ
സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാപവും പുകഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും നിത്യവും ഇടവിടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. സ്ലീബ മരത്തിന്മേൽ സ്വയം അർപ്പിക്കുകയും ഞങ്ങൾക്ക് വേണ്ടിയുള്ള ബലിയാ ഞങ്ങൾക്ക് പാപമോചനം നൽകുകയും തൻ്റെ മരണത്താൽ ഞങ്ങളെ ജീവിപ്പിക്കുകയും തൻ്റെ പുനരുത്ഥാനത്താൽ ഞങ്ങളെ ഉയർപ്പിക്കുകയും സ്വർഗാരോഹണം ചെയ്ത് തന്നോടൊപ്പം ഞങ്ങളെ കയറ്റുകയും ചെയ്തവനുമായ സ്വീകാര്യ കുർബാനയായ കർത്താവേ, നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും ദൈവികമായ ഈ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയമായ ഈ വിശുദ്ധങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിഷ്ണുവാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട പട്ടക്കാരകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെ പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനേ, ദയ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ. എൻ്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് തളിക്കണമേ. കർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായ മശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിക്കാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപവടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ അന്ത്യം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബകുലസ്ബാലോൽമീ. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ
ദിവ്യബലി അനുഷ്ഠിക്കപ്പെടുന്ന ഈ സമയത്ത് നിന്റെ ബലിപീഠത്തിന്റെ സന്നിധിയിൽ വന്നുകൂടി നിന്റെ മഹാകരുണകൾക്കായി പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന നിന്റെ ദാസന്മാരെയും ദാസികളെയും കുഞ്ഞുങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. നിന്റെ വിശുദ്ധാത്മ നൽവരം ഇവർക്ക് നൽകണമേ. നിന്റെ വിശുദ്ധ ശരീരവും പാപപരിഹാരപ്രദമായ രക്തവും അനുഭവിക്കുവാൻ ഇവർ യോഗ്യരായി തീരത്തക്കവണ്ണം ഇവരുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും നീ ശുദ്ധീകരിക്കണമേ. ആത്മീയായുധം ഇവരെ ധരിപ്പിക്കണമേ. സ്നേഹവും ഐക്യമത്യവും ഇവരെ അണിയിക്കണമേ. ഇവരുടെ ഇടയിൽ സമാധാനവും ശാന്തിയും വാഴുമാറാകണമേ. ശിക്ഷകളിൽ നിന്നും കോപവടികളിൽ നിന്നും ഇവരെ രക്ഷിക്കണമേ. നിന്റെ വിശുദ്ധ സ്ലീബായാൽ ഇവരെ കാത്തുകൊള്ളണമേ. നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ വലത്തുഭാഗത്തെ ശ്രേഷ്ഠമായ നിലയ്ക്ക് ഞങ്ങളെയും ഞങ്ങളുടെ എല്ലാ വാങ്ങിപ്പോയവരെയും യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങളും അവരും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബകുല സുബാലോൽമീ. കർത്താവിന്റെ ശുശ്രൂഷകളെയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും പ്രാപിക്കുമാറാകട്ടെ. ബലഹീനനും പാപിയുമായ ദാസനാകുന്ന ഞാൻ എൻ്റെ ദൈവത്തോട് കീർത്തിച്ച് ചൊല്ലുന്നു. കാദീശ് ആബോ കാദീശോ കാദീശ് ബ്രോ കാദീശോ കാദീശ് റൂഹോ ഹായോ കാദീശോ. താൻ നമ്മുടെ ആത്മാക്കളുടെ മേലും നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും വിശുദ്ധ സഭയുടെ പ്രജകളായ സകല വാങ്ങിപ്പോരുടെ ആത്മാക്കൾ മേലും മനസ്സലിവ തോന്നി കരുണ ചെയ്തുകൊണ്ട് പാപിയായ തൻ്റെ ദാസന്റെ ധൂപകലശത്തെ ശുദ്ധീകരിക്കുന്നു. ബത്രൈഗോൻ ഒൽമെൻ വോലം ഒൽമീ. ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ബഹുമാനപ്പെട്ട വട്ടക്കാരന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യദൈവത്തിൽ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകർക്കും മുമ്പേ പിതാവിൽ ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരിയായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി
തന്റെ പിതാവിന്റെ വലതുവാതിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്നും പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറുഹായിലും കാതോലികവും ശ്ലൈകവുമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാകുന്നു നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. യാചിക്കേണ്ടും സമയമിതാ മോചിക്കും നാഴികയിതുതാ ഏതു നമസ്കാരത്തിൻ സമയം ഏതു തന്നെ കരുണാസമയം പ്രിയരേതു കരുണയുടെയും ആലിവിൻ്റെയും സമയം ദാ സത്യാസ്നേഹത്തോടെ സമാധാനം നൽകും സമയം ദാ സോമൻ കാലോ ഉടയവനായ ദൈവമേ, നിഷ്കപടമായ സ്നേഹബന്ധത്താൽ ഐക്യപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദിവ്യമായ ചുംബനത്താൽ പരസ്പരം സമാധാനം നൽകുവാൻ തക്കവണ്ണം അയോഗ്യരായ ഞങ്ങളെ ഈ രക്ഷയ്ക്ക് നീ യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്യനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശോ ബാറയ്ക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ.
വാർക്കുമോ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവനെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആശ്വാസം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. അന്യോന്യം ശ്ലോമോ നൽകിൻ കർത്താവിൻ ശ്ലോമോ നമ്മിൽ വാസം ചെയ്തിടട്ടെന്നും തമ്മിൽ ചുംബിക്കണം നാം. തൽ ശ്ലോമോയും ശൈനോയും നമ്മെ കാക്കട്ടെ നാളും. തൽ ശ്ലോമോയും ശൈനോയും നമ്മെ കാക്കട്ടെ നാളും. വാർക്കുമോ കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിനും നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളോയേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ഉയരത്തിൽ വസിക്കുകയും എളിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന മഹാകാരുണ്യവാനായ കർത്താവേ, തിരുമുമ്പാകെ തലകുനിച്ചിരിക്കുന്നവർക്ക് നിന്റെ അനുഗ്രഹങ്ങൾ നൽകണമേ. നിന്റെ ഏകപുത്രൻ്റെ കൃപയാൽ അവരെ അനുഗ്രഹിക്കണമേ. അവനോടുകൂടെയും സകലത്തിനും പരിശുദ്ധനും ഉത്തമനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായോടുകൂടെയും നിനക്ക് ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും യോഗ്യമാകുന്നു. ഹോശോ വഴി തെറ്റിപ്പോയ ആടിനെ തിരിച്ചു കൊണ്ടുവരുവാനായി മഹത്തായ തൻ്റെ മനുഷ്യ സ്നേഹത്താൽ സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയച്ച പിതാവാം ദൈവമേ, രക്താർപ്പിതമല്ലാത്ത ഈ ബലിയനുഷ്ഠാനത്തെ നീ നിരസിക്കരുതേ. എന്തെന്നാൽ നിന്റെ കരുണയിലാകുന്നു ഞങ്ങളുടെ നീതിയിലല്ല ഞങ്ങൾ ശരണപ്പെടുന്നത്. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിർവഹിക്കപ്പെട്ട ഈ കൂദാശ ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ പാപപരിഹാരത്തിനും നിന്നോടും നിന്റെ ഏകപുത്രനോടും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായോടും ഇപ്പോഴും എപ്പോഴും എന്നേക്കുമുള്ള ഞങ്ങളുടെ കൃതജ്ഞതയുമായി തീരണമേ. ഹോശോ വബകുല സുബാലുൽമീ. വാർക്കുമോ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വടക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട ഈ പട്ടകാരകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ ഈ കൃപാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെ ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെ മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും
ഉയരങ്ങളിൽ പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് മശിഹാ തമ്പുരാൻ ഇരിക്കുന്ന സ്ഥാനത്തായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കൽ ഇരിക്കുന്നു. ഭയഭക്തിയോടെ നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഭയത്തോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തമാകുന്നു. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഭൂമിയും സമുദ്രങ്ങളും സ്വർഗീയ ഊർഷ്ലേമിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരും മാലാകമാരും പ്രധാന മാലാകമാരും റീഷേൻ വോസേന്മാരും ശുൽത്തോനന്മാരും മൗത്തുബേന്മാരും മൊറവോസേന്മാരും ഹൈലേന്മാരും അനേകം കണ്ണുകളുള്ള ക്രൂബേന്മാരും കാലുകളും മുഖവും മൂടിക്കൊണ്ട് പരസ്പരം പറന്നു ചെന്ന് കാദീശ് പാടുന്നവരായ 6 ചിറകുകളുള്ള ശ്രോപ്പേന്മാരുമായ ശരീരികളും അശരീരികളുമായ സ്വർഗസേനകൾ മഹത്വപ്പെടുത്തുന്നവനെ നമുക്ക് മഹത്വപ്പെടുത്താം. വം കദിഷിൻ കോയേൻ വമറേ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണം അനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ തൻ്റെ വിശുദ്ധ കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി പാറേ വക്സോ നിങ്ങൾ ഇത് വാങ്ങി തൻ്റെ വിശുദ്ധ സ്നേഹന്മാർക്ക് നൽകിയവരോട് നിങ്ങളിത് വാങ്ങി ഭക്ഷിപ്പീൻ. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടി മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നു എന്നരുളി ചെയ്തു. വൽഹായേ ദൽബോലം ഉൽമീൻ. അപ്രകാരം തന്നെ കാസായും എടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി പാറേ തൻ്റെ പരിശുദ്ധ സ്നേഹന്മാർക്ക് നൽകിയവരോട് ഇത് നിങ്ങളെല്ലാവരും വാങ്ങി പാനം ചെയ്യുവീൻ. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ രക്തമാകുന്നു എന്നരുളി ചെയ്തു. വൽഹായേ ദൽബോലം ഉൽമീൻ. ഈ രഹസ്യത്തിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോൾ ഇത് അനുഷ്ഠിച്ചുകൊണ്ട് ഞാൻ വരുന്നതുവരെ എൻ്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും സ്മരിച്ചുകൊള്ളുവീൻ എന്ന് താൻ കൽപ്പിച്ചു. അദാമോദോസ്
സേനോ നാഥാനിൻ മൃതിയോത്തങ്ങൾ നിൻ ഉദ്ധാനമതിട്ടോതി കാക്കുന്നു നിൻ പുനരാഗമനം വാഴ്വാരോടുക ഞങ്ങൾ എന്നും. കർത്താവേ, നിന്റെ മരണത്തെയും മൂന്നാം ദിവസമുള്ള പുനരുത്ഥാനത്തെയും നിന്റെ സ്വർഗാരോഹണത്തെയും പിതാവാം ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തുള്ള ഇരിപ്പിനെയും ഭൂലോകത്തെ നീതിയോടെ ന്യായം വിധിച്ച് ഓരോരുവനും അവനവൻ്റെ പ്രവൃത്തികൾക്കനുസരണമായി പ്രതിഫലം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിന്റെ രണ്ടാമത്തെ വരവിനെയും ഞങ്ങൾ ഓർക്കുന്നു. തന്മൂലം രക്താർപ്പിതമല്ലാത്ത ഈ ബലി ഞങ്ങൾ നിനക്കണയ്ക്കുന്നു. ഞങ്ങളുടെ കുറ്റങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളോട് നീ പ്രവർത്തിക്കരുതേ. ഞങ്ങളുടെ പാപങ്ങൾക്കനുസരണമായി ഞങ്ങളോട് നീ പ്രതികാരം ചെയ്യരുതേ. എന്നാലോ നിന്റെ മഹാകരുണയ്ക്കനുയോജ്യമായ വിധത്തിൽ നിന്റെ ദാസരായ ഞങ്ങളുടെ പാപങ്ങളെ നീ മായിച്ചു കളയണമേ. എന്തെന്നാൽ നിന്റെ ജനവും നിന്റെ അവകാശവുമായി ഞങ്ങൾ നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലാബോക്ക് കാതമറോ. സർവശക്തിയുള്ള പിതാവാം ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളോയേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. മാർക്കുമോ എൻ്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേ പൊരുതി ആവർത്തിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീ. ഞങ്ങളെല്ലാവരും കൂടെ സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടായിരിക്കണമേ. കർത്താവേ, എന്നോട് ഉത്തരമരണമേ. കർത്താവേ, എന്നോട് ഉത്തരമരണമേ. കർത്താവേ, എന്നോട് ഉത്തരമരളി ദയതോ നീ എന്നോട് കരുണ ചെയ്യണമേ. കുറിയലായിസോൻ, കുറിയലായിസോൻ, കുറിയലായിസോൻ. പരിശുദ്ധാത്മാവ് ആവസിച്ച ഈ അപ്പത്തെ ജീവൻ നൽകുന്ന രക്ഷാകരമായ ശരീരവും ഞങ്ങളുടെ ദൈവമായ മശിഹാ തമ്പുരാന്റെ ശരീരവും ആക്കി തീർക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവ് ആവസിച്ച് ഈ കാസായെ പുതിയ നിയമത്തിൻ്റെ രക്തവും രക്ഷാകരമായ രക്തവും ഞങ്ങളുടെ ദൈവമായ മശിഹാ തമ്പുരാന്റെ രക്തവും ആക്കി തീർക്കുമാറാകട്ടെ. കർത്താവേ, ഈ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നവരുടെ ആത്മശരീരദേഹികളെ ഇവ ശുദ്ധീകരിക്കണമേ. ഇവയാൽ സൽപ്രവർത്തികളാകുന്ന ഫലങ്ങൾ അവർ പുറപ്പെടുവിക്കണമേ.
ഇവ വിശ്വാസമാകുന്ന പാറമേൽ സ്ഥാപിതവും പാതാളവാതിലുകൾക്ക് ആക്രമിക്കുവാൻ സാധ്യമല്ലാത്തതുമായ സഭയുടെ ഉറപ്പിനുമായി തീരണമേ. അവസാനം വരെ വേദവിപരീതങ്ങളാകുന്ന വിരുദ്ധതകളിൽ നിന്ന് സഭയെ നീ രക്ഷിക്കണമേ. നിന്റെ സഭ നിനക്കും നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്യനും ജീവദായകനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായി നിന്റെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശോ വബകുല സുബാലഉൽമീ. 4 ഭാവമുള്ള ദൈവത്തിന്റെ വിശുദ്ധ ബലിയെ മേച്ചുഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നടന്നു പോരുന്ന നമ്മുടെ പാത്രകീസന്മാരായ ആബൂമാർ ഇഗ്നാത്യോസിന് വേണ്ടിയും ആബൂമാ ബെസേലിയോസിന് വേണ്ടിയും ആബൂമാ ഗ്രിഗോറിയോസിന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആബൂമാ തിമോത്തിയോസിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവേ, ദുഷ്ടമനുഷ്യരുടെ എല്ലാവിധ എതിർപ്പുകളിൽ നിന്നും പിശാചുകളുടെ ഉപദ്രവങ്ങളിൽ നിന്നും പീഡനത്തിൽ നിന്നും ഞങ്ങളുടെ പാപങ്ങൾ മൂലം ഞങ്ങളിൽ വന്നു ചേരുന്ന എല്ലാ ശിക്ഷകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ വിശുദ്ധ കൽപ്പനകളെ ആചരിക്കുന്നതിനാ നീ ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. എന്തെന്നാൽ ദൈവമേ, നീ കാരുണ്യവാനാകുന്നുവല്ലോ. നിനക്കും നിന്റെ ഏകപുത്രനും സകലത്തിനും പരിശുദ്ധനും ഉത്തമനും വന്യനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വബകുല സുബാലഉൽമീ. ആമീൻ. ബാറയ്ക്കുമോർ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷയിൽ അകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരനും ബലഹീനരുമായി ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യവും ഐക്യം അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃതമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾ ഓർത്തിട്ടുള്ളവരും ഓർക്കാതെ വിട്ടുപോയവരുമായി എല്ലാവരെയും നീ ഓർക്കണമേ. നിന്റെ സ്വർഗീയ നിവാസങ്ങളിൽ അവരുടെ ബലികളെ നീ സ്വീകരിക്കണമേ. രക്ഷയുടെ ആനന്ദം അവർക്ക് നീ പ്രതിഫലമായി നൽകണമേ. നിന്റെ സഹായത്തിന് അവരെ യോഗ്യരാക്കണമേ. നിന്റെ ശക്തിയാൽ അവരെ ബലപ്പെടുത്തുകയും നിന്റെ ബലത്താൽ അവരെ ആയുധം അണിയിക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ നീ കാരുണ്യവാനാകുന്നുവല്ലോ. നിനക്കും നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്യനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വബകുല സുബാലഉൽമീ. ബാറയ്ക്കുമോർ അത്ഭാഗങ്ങളുള്ള ദൈവത്തിൻ്റെ സഭകളെയും ദേറാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവൻ സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്നിൽ ശരണം പ്രാപിക്കുന്ന എല്ലാവർക്കും നീ രക്ഷിതാവും സഹായിയും ജയം നൽകുന്നവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്യനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായി നിന്റെ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വബകുല സുബാലഉൽമീ. ആമീൻ.
ബാറയ്ക്കുമോർ ഭൂമിയിലെ സകലവംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസവക്കാരായ ശ്ലീയന്മാരെയും ഏവൻഗേലിസ്തന്മാരെയും സഹദയന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനും തന്റെ യജമാന്റെ മുന്നോട്ടുകാരനുമായ മാർ യോഹാനോൻ മാംദാനായും ശമാശന്മാരിൽ പ്രധാനിയും സഹദയന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സ്തേഫാനോസിനെയും ശ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മർത്തോമാ ശ്ലീഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. അസാധികാരങ്ങൾക്ക് കഴിവുള്ളവനായ കർത്താവേ, സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരുടെ സംഘങ്ങളോട് ഞങ്ങളെ നീ ചേർക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിരുമുമ്പാകെ അവർ ഞങ്ങളെ ഓർക്കുന്നതിനും ഈ ആത്മീയ ബലി ഞങ്ങളോടുകൂടെ അവർ സംബന്ധിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ അവരെ ഓർക്കുന്നു. അതുമൂലം ജീവനുള്ളവർക്ക് സംരക്ഷണവും അരിഷ്ടരായ ഞങ്ങൾക്ക് മനോധൈര്യവും ഞങ്ങളുടെ പിതാക്കന്മാരും സഹോദരന്മാരും ഗുരുക്കന്മാരുമായ വിശ്വാസികളായ നിദ്ര പ്രാപിച്ചു പോയവർക്ക് ആശ്വാസവും നൽകണമേ. ആയത് നിന്റെ ഏകജാതന്റെയും സകലത്തിനും പരിശുദ്ധനും ഉത്തമനും വന്യനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വബകുല സബാലോൽമീ ബാറയ്ക്കുമോർ ശ്ലൈഹികവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു തന്നവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ കൂടി മുൻപ് കൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിഖ്യായിലും കുസ്തന്തീനോപ്പോലീസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പൊതുസുന്നതദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർശ്ലേമിന്റെ 1-ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും ശ്ലീഹായും സഹദായുമായ യാക്കൂബും ഇഗ്നാത്യോസും ക്ലീമീസും ദിവന്നാസ്യോസും അത്താനാസ്യോസും യൂലിയോസും ബസീലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും പീലക്സിനോസും അന്തീമോസും ഇയാവാനീസും വചനമായ ദൈവം ശരീരിയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കൂറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശ്വസഭ മുഴുവൻ്റെയും വിവേകമുള്ളവായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്നല്ല ഇപ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രിയാർക്കീസ് മാർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തി നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവാമാർ യാക്കോബ് ബുർദാനായും മാറപ്രേമും മാർ യാക്കോബും മാറിസഹാക്കും മാർ ബാലായും ദുഃഖിതന്മാരിൽ തലവനായ മാർ ബർസോമായും മർഷമോൻ ദസ്തനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാർ അബഹായും എൽദോ മാർ ബസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദിവന്നാസ്യോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടിയും ഇവരുടെ പിമ്പുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, വിജാതിയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ നിന്റെ പരിശുദ്ധ നാമം വഹിച്ചവരായ വിജ്ഞാനികളുടെയും ഗുരുക്കന്മാരുടെ ഉപദേശത്തെ ഞങ്ങളുടെ ആത്മാക്കളിൽ നീ സ്ഥിരപ്പെടുത്തണമേ.
ഞങ്ങളെ അലട്ടുന്ന വേദവിപരീതങ്ങളെ നീ മായ്ച്ചു കളയണമേ. നിന്റെ ഭയങ്കര സിംഹാസനത്തിന് മുമ്പാകെ കുറ്റം കൂടാതെ നിൽക്കുവാൻ ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. എന്തെന്നാൽ നീ വിശുദ്ധനും പരിശുദ്ധന്മാർക്ക് പരിശുദ്ധത നൽകുന്നവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്യനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വബകുലസ്ബാലോൽമീ. ബാറഹിമോൻ അരൂപികളുടെയും സകലജഡങ്ങളുടെയും ഉടയവനായിരിക്കുന്ന പിതാവ് ദൈവമേ, സത്യവിശ്വാസത്തെ മുൻകൂട്ടി നിത്യപ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായ ഈ പരിശുദ്ധ മദ്ബായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സ്ഥലം മരിച്ചവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തൻ്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മെസ്സിഹായോട് ധാരാളമായ തൻ്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തൻ്റെ സുഖരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന് ആട്ടോസിച്ചു പറയണം. കുറിയലായിസോൻ, കുറിയലായിസോൻ, കുറിയലായിസോൻ. സകല ആത്മാക്കളുടെയും ശരീരങ്ങളുടെയും നാഥനായ ദൈവമായ കർത്താവേ, സത്യവിശ്വാസപൂർവ്വം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയിട്ടുള്ള എല്ലാവരെയും നീ ഓർക്കണമേ. അവരുടെ ശരീരങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. അനന്തമായ ശിക്ഷാവിധിയിൽ നിന്ന് അവരെ രക്ഷിക്കണമേ. നിന്റെ മുഖപ്രകാശം പരിലസിക്കുന്നിടത്ത് അവരെ നീ ആശ്വസിപ്പിക്കണമേ. അവരുടെ തെറ്റുകൾ മായ്ക്കണമേ. അവരുടെ ശിക്ഷാവിധിക്ക് നീ തുനിയരുതേ. എന്തെന്നാൽ നിന്റെ ഏകപുത്രൻ മാത്രമല്ലാതെ തിരുസന്നതിയിൽ കുറ്റം തീർന്നവനാരുമില്ലല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളിൽ നിന്നും വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചവരെ നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവ് കൂടാതെയും നിന്റെ മുമ്പിൽ ഞങ്ങൾ ഓരോ ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ, അവസാനം വരെ പാപം കൂടാതെ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. എപ്പോഴോ എവിടെയോ തിരുമനസ്സാകുന്ന പ്രകാരം ഞങ്ങളുടെ പിഴകളെ കുറിച്ചുള്ള ലജ്ജ കൂടാതെ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ നീ കൂട്ടിച്ചേർക്കണമേ. തന്മൂലം സകലത്തിലും എന്ന പോലെ ഈ കുർബാന വഴിയായും സകലത്തിലും ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമായ നിന്റെ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായോടും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്യനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വബകുലസ്ബാലോൽമീ. തന്റെ തിരുനാമം പ്രകാരം തന്നെ ഇരിക്കും. തലമുറ തലമുറകളായി സകല തലമുറകൾ വരെയും ലോകാലോകളോളം സ്ഥിതിയും ചെയ്യുന്നു. പാറയ്ക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. രഗമോ റഗമാ ദാലോകോ
നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായാകുന്ന ദൈവത്തിൻ്റെ കരുണ, എൻ്റെ വാത്സല്യമുള്ളവരെ, നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആശ്വാസം നൽകണം സേതന്മാരോടൊപ്പം നിത്യ വാസം തന്നിൽ ഗാരത്തെ പാതാളം പോക്കി ശമ്മാശന്മാർ തന്മാഹാത്മ്യം പാടി നീക്കി സഭയിൽ നിന്നും ഗീതോദ്ഘോഷം കേൾക്കുന്നില്ല. ദേവഗാരേ ഗാനാലാപം ശൂന്യപ്പെട്ടു. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കർത്താവേ, നിന്റെ കരുണയാൽ ബന്ധിതരും രോഗികളും അനാഥരും ദരിദ്രരും പീഡിതരും പലവിധം പ്രയാസങ്ങൾ വലയുന്നവരുമായ എല്ലാവരെയും നീ ഓർത്തുകൊള്ളണമേ. പ്രത്യേകാൽ ഈ ദിനങ്ങളിൽ ജന്മദിനം ആചരിക്കുന്ന നിന്റെ മക്കളെ ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരുടെ ജീവിതം നിരന്തരം നിന്നെ മഹത്വപ്പെടുത്തുവാനും സ്നേഹത്തിലും സന്തോഷത്തിലും ദീർഘായുസിലും അവർ വളരുവാനും നിന്റെ കൃപ അവർക്ക് ധാരാളമായി നൽകണമേ. അവരോടൊപ്പം വിവാഹവാർഷികം ആചരിക്കുന്ന നിന്റെ മക്കളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരസ്പര സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും ആത്മാവിൽ കുടുംബജീവിതത്തിൻ്റെ പരിപാകത കാത്തു സൂക്ഷിക്കുവാൻ നിന്റെ സഹായം അവർക്ക് നീ നൽകണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ കരുണയാൽ അവരുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ പിതാവാം ദൈവമേ, ക്രൂപേന്മാർ നിന്നെ സ്തുതിക്കുകയും ശ്രോപേന്മാർ നിനക്ക് കാതീശമാടുകയും ചെയ്യുന്നു. വിവേകബുദ്ധിയുള്ള സൈന്യങ്ങളുടെ ആയിരങ്ങളും
പതിനായിരങ്ങളും നിന്നെ പുകഴ്ത്തുന്നു. സൗരഭ്യവാസനയായി നിനക്കർപ്പിക്കുന്ന കാഴ്ചകളെയും ഫലങ്ങളെയും നീ ശുദ്ധീകരിച്ച് പൂർത്തിയാക്കുന്നു. നിർമ്മല ഹൃദയത്തോടും ലജ്ജ കൂടാത്ത മുഖത്തോടുകൂടി സ്വർഗസ്ഥനായ പിതാവാം ദൈവമേ എന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെല്ലാവരുടെയും ശരീരാത്മദേഹികളെ നീ ശുദ്ധീകരിക്കണമേ. ബാറക്കിമോർ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ദൈവമായ കർത്താവേ, അസഹനീയമായ പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുതേ. പരീക്ഷകളെ ഒഴിവാക്കി ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്യനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായി നിന്റെ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ ബബകുലസ് ബാലഉൽമീ ബാറക്കിമോർ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ. അണയ്ക്കപ്പെട്ട ഈ വിശ്രേഷങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ ദാസർ സമ്പന്നമായ നിന്റെ കരുണയ്ക്കായി പ്രതീക്ഷിച്ചുകൊണ്ട് തിരുമുമ്പാകെ തലകുനിച്ച് നിൽക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളെല്ലാവരുടെയും ശരീരാത്മദേഹികളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ രക്ഷിതാവായ മശിഹാ തമ്പുരാന്റെ ജീവൻ നൽകുന്ന രഹസ്യങ്ങളിൽ സംബന്ധിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും സകലത്തിനും പരിശുദ്ധനും ഉത്തമനും വന്യനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ ബബകുലസ് ബാലഉൽമീ ബാറക്കിമോർ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജഗമേ തൈബോസോ റഗമേ. പരിശുദ്ധവും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂ അനാദ്യന്തോ വന്യവും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായുടെ കരുണയും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ. ഭയത്തോടും വിറയലോടും നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ യഹോവയുമല്ലാതെ പരിശുദ്ധനില്ല. ആമേൻ. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും
ജീവനുള്ള വിശുദ്ധ റൂഹായ്ക്കും എന്നേക്കും സ്തുതി. ആമേൻ. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോട് കൂടെ. തൻ്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെ പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായ നമ്മോടുകൂടെ. കർത്താവിൻ്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതന്മാരായിടുവാൻ ആയുഷ്കാലെ പഠിപ്പിച്ച താതന്മാരെ ഓർക്കേണം. പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വതരാജി സ്വർഗത്തിൽ നീതിജ്ഞന്മാർ സിദ്ധന്മാരെന്നീവരൊപ്പം ദൈവസുതൻ ആശ്വാസമവർ കേകിടും. മോറിയോരാകി നീലൈരോ ആധാരേ. ഇന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലേലൂയ യോഗാലേലൂയ. നിൻ വലമായി രാജഭാമിനിയോ നിന്നഴകരജൻ മോഹിപ്പാൻ ഹാലേലൂയ യോഗാലേലൂയ. നിൻ ജനമോർക്കായിക പിതൃഗ്രഹമോ മാറുമോ. ബഹുലം ബ്രോവൽ റോഹോ കാദീശോ ബെരുവോലം വാദാമൽ വോലം വൽമീനാമേ. ഭക്തർ പുകഴ്ച ഭാജനമേ. നിന്നിലുദിച്ചോരേകസുതൻ തൃക്കരഞ്ഞങ്ങളിൽ അറിവാസൻ പക്കലപേക്ഷയാണ് കേണം. സൗമൻ കാലോസ് കുറിയേലായി സ്വീകരണം നേടി ദൈവത്തിൻ മാതാവാ ഈക്ഷിതി ശാപത്തെ നീക്കിയ കന്യാകയെ. ശാന്തിക്ഷേമങ്ങൾ സഭയിലുമെങ്ങും വാണി ദാനേകാത്മജനോ അഭ്യർത്ഥിക്കണമേ വാരിക്കുമോ. ശുഭഗോല ബോല ബറോവൽ റോഗോ കാദീശോ. ോപിശ്രാപികൻ സവിധം വീട്ടവതരണം ചെയ്ത കന്യകതൻ ഉദരേവാണോനെ. ആദാമിര സാത്താൻ ദൈവതൻ അടിമയിൽ നിൻ ഏറ്റിടുവാൻ മെയ്യേ ദിയവീരാസ്തോത്രം. മോറിയോറായി മേലൈനോ ആധാരേ. ഉയർത്തിടരുതേ മാതാവേ ഞങ്ങൾക്കായുള്ളർത്തനെ. ഞങ്ങളിലാദ്രത തോന്നിടാൻ ഏകാത്മജനോടർത്തിക്കാം. നിധിമാൻ പന പോലെ തളർത്തിടുമേ. ഹാലേലൂയ. വളരും അവൻ ലബനോൻ കാരകിൽ പോൽ. അവർ തളിരിട്ടു തഴച്ചിടുമേ. ഹാലേലൂയ. വർദ്ധിക്കും അവർക്ക് ദുഷ്ടി പുഷ്ടികളും മാറിക്കുമോ. ബഹുലം ബ്രോവൽ റോഹോ കാദീശോ ഒരുപോലിങ്ങും മോർ ഗ്രിഗോറിയോ. മേലും നിന്നോർമ്മ ഉദകണമേ. നിൻ പ്രാർത്ഥന നിൻ ഓർമ്മവാനീച്ചോർക്കായി. സൗമൻ കാലോ
വൈദികർക്കും ഭാഗ്യം സഹദേക്കും പുനരുദ്ധാനദിനെ പാർക്കുമോ ശുഭകോല പോലെ ബറോവൽ റോഹോ കാദീശോ കാൺമാൻ കാക്ഷിച്ചൊരു സഹദേ വളച്ചിറങ്ങുകൾ പൂന്നുന്നത പദമേറി പരിശോധന്മാരെ നിങ്ങൾ അടികളെയും കോപത്തിൻ വഴികളെയുമായി പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. എല്ലാവർക്കും അല്പസമയം അവിടെ ഇരിക്കാം. നമ്മുടെ വൈദിക സെമിനാരി വിദ്യാർത്ഥിയായിരിക്കുന്ന പ്രിയ ഷമ്മാശൻ ഇപ്പോൾ നമ്മോട് ദൈവവചനം അറിയിക്കും. ത്രിയേക ദൈവത്തിൻ്റെ അതിതന്നെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എത്രയും ആദരണീയനായ പ്രിൻസച്ചൻ, ബഹുമാനപ്പെട്ട സോണിയച്ചൻ, കർത്താവിൽ പ്രിയ വിശ്വാസികളെ, പ്രിയ കുഞ്ഞുങ്ങളെ, ക്രിസ്തു യേശുവിൻ്റെ അതിതന്നെ നാമത്തിൽ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഒരു വലിയ നോമ്പിൻ്റെ അനുഭവത്തിലൂടെ നാം കടക്കാൻ പോവുകയാണ്. കേവലം 2 ആഴ്ചകൾ മാത്രമാണ് ഇനി അതിന് ദൈർഘ്യമുള്ളത്. വലിയ നോമ്പിന് മുമ്പ് വരുന്ന 2 ഞായറാഴ്ചകൾ നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ ഓർക്കുന്ന ഞായറാഴ്ചകളായാണ് സഭ ക്രമീകരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഞായറാഴ്ചയായ ഇന്നേ ദിവസം നമ്മളിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല ആചാര്യന്മാരെയും ഓർക്കുന്ന ഞായറാഴ്ചയാണ്. ഇന്ന് നാം വായിച്ചു കേട്ട വിശുദ്ധ ഏവങ്കേലിയൻ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 42 മുതൽ 51 വരെയുള്ള വേദഭാഗങ്ങളാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 42 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ. ഈ വേദഭാഗം പ്രധാനമായും പങ്കിടുന്നത് 2 ചിന്തകളെയാണ്. ഒന്നാമതായി ആത്മീക ഉണർവിനെ പ്രാപിക്കുന്നവരാകുക. അവിടെ പറഞ്ഞു വെക്കുന്നത് നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം പുലർത്തേണ്ട ചില ജാഗ്രതകളെ കുറിച്ചാണ് ഒന്നാമതായി ഈ വേദഭാഗം നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. ഈ വേദഭാഗം ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുമെന്ന് നിങ്ങൾ അറിയായ്ക കൊണ്ട് ഉണർന്നിരിപ്പീൻ. കർത്താവിൻ്റെ വരവ് ഒരു മനുഷ്യനും അതിനെ നിശ്ചയിക്കുവാൻ സാധിക്കുന്നതല്ല എന്ന് നമുക്കെല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിനുവേണ്ടി ഉണർന്നിരിക്കുവാൻ ഒന്നാമതായി നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഇവിടെ പറയുന്ന ഉണർവ് എന്ന് പറയുന്നത് കേവലം നമ്മുടെ നയനങ്ങൾക്കുണ്ടാകേണ്ട ഉണർവിനെയല്ല, മറിച്ച് നമ്മുടെ ആത്മീക നയനങ്ങൾക്കുണ്ടാകേണ്ട ഉണർവിനെ കുറിച്ചാണ് ഈ വേദഭാഗം സൂചിപ്പിക്കുന്നത്. ഒരു ആത്മീക ഉണർവിൻ്റെ അനുഭവത്തെ, ഒരു ആത്മീക ജാഗ്രതയുടെ അനുഭവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ഈ വേദഭാഗം ഒന്നാമതായി നമ്മളോട് പറയുന്നു. ക്രിസ്തുവിൻ്റെ വരവിനെ ഈ വേദഭാഗം ഉപമിക്കുന്നത് ഒരു കള്ളൻ്റെ വരവിനോടാണ്. ഒരു കള്ളൻ നമ്മുടെ വീട്ടിലേക്ക് വരുമെന്ന് നാം അറിയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ സമ്പാദ്യങ്ങളെ ഭദ്രമായി കാക്കുവാൻ വേണ്ടി അതിനുവേണ്ടി ഉണർന്നും ജാഗ്രതയുമുള്ളവരായി നാം ഇരിക്കും. അതുപോലെ തന്നെയാണ് ക്രിസ്തുവിൻ്റെ വരവെന്നും ഈ വേദഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ക്രിസ്തു ഏത് യാമത്തിലും ഏത് നേരത്തും വരുമെന്ന് ആർക്കും പറയുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അതിനുവേണ്ടി ഉണർന്നും ജാഗ്രതയുമുള്ളവരായിരിക്കുവാനും
ഒരു ആത്മീക ഉണർവിൻ്റെ അനുഭവത്തെ, ആത്മീക ജാഗ്രതയുടെ അനുഭവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നും ഈ വേദഭാഗം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. രണ്ടാമതായി ഈ വേദഭാഗം നമ്മളുമായി പങ്കിടുന്ന ചിന്ത എന്ന് പറയുന്നത് ഉത്തരവാദിത്വ ബോധത്തെ ഉൾക്കൊള്ളുന്നവരാകുക. ഉത്തരവാദിത്വ ബോധത്തെ ഉൾക്കൊള്ളുന്നവരാകുക. ഈ വേദഭാഗത്തിന്റെ 45 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരു യജമാനൻ തന്റെ ദാസനെ തന്റെ വീട്ടിലുള്ളവർക്ക് ഭക്ഷണം നൽകുവാൻ വേണ്ടി ഭരമേൽപ്പിച്ചിട്ട് ദൂരദേശത്തേക്കായി പോകുന്ന ഒരു യജമാനന്റെ ചിത്രം അവിടെ പിന്നീട് പറയുന്നുണ്ട്. ആ ദാസന് ചെയ്യുവാൻ പോകുന്ന 2 സാധ്യതകളെക്കുറിച്ചും ഈ വേദഭാഗത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് അവൻ തന്റെ യജമാനന്റെ കൽപ്പനയെ പരിപൂർണമായ വിശ്വസ്തയോടെ പാലിക്കുന്നവനായി, യജമാനൻ തന്നിൽ ഏൽപ്പിച്ച ദൗത്യത്തെ പരിപൂർണതയായി നിർവഹിക്കുന്ന ഒരു ദാസനായി തീർന്നുകൊണ്ട് അവന്റെ ചുമതലകളെ കൃത്യനിർവഹതയോടെ നിർവഹിക്കുകയും തന്റെ യജമാനന് വിശ്വസ്തനായി തീരുകയും ചെയ്യുന്ന ഒന്നാമത്തെ സാധ്യത. രണ്ടാമത്തെ സാധ്യതയായി അവിടെ പറയുന്നത് തന്റെ യജമാനൻ വരുമെന്ന് താമസിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്റെ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യത്തെ മറന്നുകൊണ്ട് അതിന് വിപരീതമായി പ്രവർത്തിക്കുകയും അതിൽ നിന്ന് അവൻ നേടിയെടുക്കുവാൻ പോകുന്ന ശിക്ഷാവിധികളുടെയും ഒരു സാധ്യതയെക്കുറിച്ചും ഈ വേദഭാഗം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ മുമ്പിലും ഇത്തരത്തിൽ 2 സാധ്യതകളാണുള്ളത്. ദൈവം തമ്പുരാൻ നമ്മളിലും ചില കർത്തവ്യങ്ങളെ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മുമ്പിലും ഈ 2 സാധ്യതകളെയും അവൻ വെച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഇതിൽ ഏത് സാധ്യതയാണ് നാം ഉൾക്കൊള്ളുന്നതെന്ന് ഒന്ന് ചിന്തിക്കുക. അത് വിശ്വസ്തനായ ദാസന്റെ സാധ്യതയാണോ, അതോ തന്റെ യജമാനൻ വരുവാൻ താമസിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്റെ കർത്തവ്യത്തെ മറന്നു പ്രവർത്തിക്കുന്ന ദാസന്റെ സാധ്യതയാണോ നമ്മുടെ ജീവിതത്തിൽ നാം ഉൾക്കൊള്ളുന്നതെന്ന് നാം ഒന്ന് ചിന്തിക്കുക. എന്നാൽ ഈ വേദഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ കർത്തവ്യങ്ങളെ തിരിച്ചറിയുകയും ദൈവം തമ്പുരാൻ നമ്മളിൽ എന്തെല്ലാം കർത്തവ്യങ്ങളാണോ നൽകിയിരിക്കുന്നത് അതിനെ തിരിച്ചറിഞ്ഞ് യജമാനന് വിശ്വസ്തതയുള്ള ദാസന്മാരായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുതകുന്നതായ ഒരു ജീവിതം ഈ ലോകത്തിൽ നയിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. എങ്കിൽ തീർച്ചയായും അവൻ രണ്ടാമത്തെ വരവെങ്കിൽ നല്ലവനും വിശ്വസ്തനുമായ ദാസ എന്ന വിളിക്ക് നാമം യോഗ്യരായിത്തീരും. പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം നമ്മൾ വാങ്ങിപ്പോയിരിക്കുന്ന സകല ആചാര്യന്മാരെയും ഓർക്കുന്ന ദിനമാകുന്നുവല്ലോ. അവരവരുടെ ജീവിതം കൊണ്ടും അവരവരുടെ പ്രവൃത്തി കൊണ്ടും നമ്മളെ പഠിപ്പിച്ചിരുന്നതും ഈ 2 ചിന്തകളെയാണ്. അവരിൽ ഭരമേൽപ്പിച്ചിരുന്ന കർത്തവ്യങ്ങളെ അവർ പരിപൂർണ വിശ്വസ്തയോടെ നിർവഹിച്ചു. അതുപോലെ തന്നെ തങ്ങളുടെ ജീവിതത്തിൽ ആത്മീക ഉണർവിനെ, ആത്മീക ജാഗ്രതയുടെ അനുഭവത്തെ അവർ കാത്തു സൂക്ഷിച്ചു. അവരിൽ ദൈവം എന്താണോ ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവം അവരിൽ നിശ്ചയിച്ചിരുന്ന ദൗത്യത്തെ ഈ ലോകത്തിൽ പരിപൂർണ വിശ്വസ്തയോടെ നിർവഹിച്ച് കാലയവനികൾക്കുള്ളിൽ വാങ്ങിപ്പോയവരാണ് നമ്മുടെ ആചാര്യ ശ്രേഷ്ഠന്മാർ. ഓരോ വൈദികനും വിളിച്ച് വേർതിരിക്കുന്നത് തങ്ങളുടെ ദൈവിക ജനത്തെ ശുശ്രൂഷിക്കുവാൻ വേണ്ടിയാണ്. അവർക്ക് വേണ്ടതായ വചനമെന്ന ആഹാരത്തെ പകർന്നു കൊടുക്കുവാൻ വേണ്ടിയാണ് ഓരോ വൈദികനെയും വിളിച്ച് ദൈവം തമ്പുരാൻ വേർതിരിച്ച് ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുന്നത്. അവരിൽ നിക്ഷിപ്തമായിരുന്ന കർത്തവ്യത്തെ അവർ പരിപൂർണതയോടെ നിർവഹിച്ചു. അവർ ആത്മീക ഉണർവുള്ളവരായി ഈ ലോകത്തിൽ ജീവിച്ചു. നമ്മുടെ ആത്മീക വിശപ്പിനെ അവർ അവിടുന്ന് അകറ്റിത്തന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, അവരെ ഓർക്കുന്ന ഇന്നേ ദിവസം അവർക്ക് വേണ്ടി എത്രമാത്രം
എത്രമാത്രം പ്രാർത്ഥിക്കുവാൻ നാം കടപ്പെട്ടവരാണെന്ന് നാം ഓരോരുത്തരും ഒന്ന് ചിന്തിക്കുന്നത് അത്യാവശ്യം തന്നെയാണ്. അവർക്ക് വേണ്ടി ഓർത്ത് പ്രാർത്ഥിക്കുക മാത്രമല്ല, അവർ നമുക്ക് പഠിപ്പിച്ചു തന്നതായ പാഠങ്ങളെ, ആ ആത്മീക ഉണർവിനെ അവർ കാണിച്ചു തന്ന വഴിയെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമുക്ക് സാധിക്കണം. അവർ പഠിപ്പിച്ചു തന്നതായ വചനത്തെ നമ്മുടെ ജീവിതത്തിൽ പരിപൂർണതയോടെ നിർവഹിക്കുവാനും നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ അവർ പഠിപ്പിച്ചതിനും അവർ വഴി നടത്തിയതിനും എന്തെങ്കിലും അർത്ഥമുള്ളതായി തീരുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഈ വാങ്ങിപ്പോയ എല്ലാ ആചാര്യന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും അവർ പഠിപ്പിച്ചു തന്നതായ പാഠത്തെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ ഇടയാക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിന് വിരമിക്കുന്നു. തൃത്വനാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മൂന്ന് നോയമ്പിന് ശേഷമുള്ള ആദ്യ ഞായറാഴ്ച നമ്മുടെ വാങ്ങിപ്പോയ പിതാക്കന്മാരെ, ആചാര്യന്മാരെ ഓർക്കുന്ന ഞായറാഴ്ചയാണല്ലോ. പ്രത്യേകാൽ നമ്മുടെ ദേവാലയത്തിൻ്റെ പഴയ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഈ ദേവാലയത്തിനു വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച, അധ്വാനിച്ച എല്ലാ പിതാക്കന്മാരെയും ദൈവസന്നിധിയിൽ നമുക്ക് ഓർക്കാം. പ്രത്യേകാൽ ബഥേലിനെ പറ്റി ഓർക്കുമ്പോൾ പുത്തങ്കാവിൽ കൊച്ചു തിരുമേനിയെ നമുക്ക് ഒരിക്കലും വിസ്മയിക്കുവാനായിട്ട് കഴിയുകയില്ല. കാലം ചെയ്ത അത്താനാസ്യോസ് തിരുമനസ്സിനെ, ബഥേലാക്കി മാറ്റിയ ജോർജ് അച്ഛനെ, ഇന്ന് നാം കാണുന്ന ബഥേലിനു വേണ്ടി ധാരാളം അധ്വാനിച്ച വഴിയമ്പലത്തച്ഛൻ തുടങ്ങി ഈ ചെങ്ങന്നൂർ ഭദ്രാസൻ രൂപം കൊള്ളുന്നത് വലിയ സ്വപ്നത്തോടുകൂടി കണ്ട മാത്യൂസ് പ്രഥമൻ കാതോലിക്ക ബാവ ഉൾപ്പെടെയുള്ള, പണ്ട് തുമ്പോൺ ഭദ്രാസനത്തിൻ്റെ ഭാഗമായിരുന്നപ്പോഴും ഈ സഭയെ, ഈ ഇടവകയെ നയിച്ച എല്ലാ പിതാക്കന്മാരെയും ആചാര്യന്മാരെയും ഓർക്കാം. അതോടൊപ്പം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒരു പക്ഷെങ്കിൽ നമ്മുടെ വിവാഹം നടത്തിയ, നമ്മുടെ മാമോദീസ നടത്തിയ വൈദികരെ ഒന്നും ചിലപ്പോൾ ഓർക്കുന്നുണ്ടാകില്ല. അവരെ ഓർക്കെ ദൈവസന്നിധിയിൽ വാങ്ങിപ്പോയ എല്ലാ പിതാക്കന്മാരെയും ആചാര്യന്മാരെയും ഈ സമയം ഓർത്ത് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ചാർച്ചം നേടിയ നിന്നാചാര്യന്മാരും മഹിമേ നിന്നയവാന്മാരും ഹാലേ ലൂയ്യോ ഹാലേ ലൂയ്യ. നിന്നഭിഷക്ത മുഖം തിരുപ്പിക്കല്ലേ, നിന്ദാസൻ ദാവീദിൻ മൂലം നിൻപുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹാലേ ലൂയ്യ ഹാലേ ലൂയ്യ. നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുമീ സാക്ഷിയും വാരയ്ക്കുമോ. ശുഭഹോല ബോല ബറോ അൽ റോഹോ കാദീശോ മൂലം വാദമുൽമൂലം അൽമീനാമീ. ശുചിയോടു ശുദ്ധ്യാബസ്കുദിശ സ്പർശിച്ചുള്ള പാദങ്ങൾ ധ്യാനദ്വാരങ്ങൾ വാനവരത്തു വസിക്കേണം. സൗമിൻകാലോ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പോഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരാക്കണമേ. മൺമേരായ ആചാര്യന്മാരെ തനിക്ക് തെരഞ്ഞെടുക്കുകയും ദിവ്യാധികാരത്തിൽ അവരെ അലങ്കരിക്കുകയും ആവശ്യക്കാർക്ക് തൻ്റെ സമ്പത്തിനെ വിഭജിച്ചു കൊടുക്കുവാനായി
തൻ്റെ ശ്രീഭണ്ഡാരത്തിന്മേൽ അവരെ നിയോഗിക്കുകയും ചെയ്തവനായ കർത്താവിന് സ്തുതിയും. സകല വാങ്ങിപ്പോയ ആചാര്യന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും മടിയങ്ങളായുസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും നിയോഗ്യമാകുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ താൽക്കാലിക ആയുസ്സിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന നിന്റെ ദിവ്യരഹസ്യങ്ങളുടെ ആചാര്യന്മാരും പ്രത്യേകാൽ ഇപ്പോൾ ഞങ്ങൾ സ്മരിക്കുന്ന ഗീവറുഗീസ് മാറസാഥ്യോസ് തിരുമനസിൻ്റെയും ഓർമ്മയെ കഴിക്കുന്ന ഈ അവസരത്തിൽ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. പ്രതിപകരം ചെയ്യുവാനായി നീ വരുമ്പോൾ വെടിപ്പോട് നിനക്ക് ആചാര്യവേല ചെയ്തിട്ടുള്ള നിന്റെ സ്നേഹന്മാരുടെയും അറിയിപ്പുകാരുടെയും കൂട്ടത്തിൽ ഭാഗ്യമുള്ള പ്രതിഫലം നീ അവർക്ക് നൽകണമേ. അവർ ശുശ്രൂഷിച്ചിട്ടുള്ള വിശുദ്ധ കൂദാശകളുടെ കൃപനിമിത്തം പാതാളത്തിലെ അതിവേദനകളിൽ നിന്ന് അവരെ സ്വതന്ത്രരാക്കണമേ. കൂദാശകൾ മൂലം അവരിൽ സംഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ആത്മീയ നൽവരങ്ങളിലും ദൈവീക ധ്യാനത്തിലും പെടുവാൻ അവരെ യോഗ്യരാക്കണമേ. അവർ ദീർഘായുഷ്യന്മാരോടുകൂടി ആനന്ദിക്കുകയും സ്ലീഹന്മാരോടുകൂടി സ്തുതിക്കുകയും പുണ്യമുള്ള പട്ടക്കാരോടുകൂടി നിന്നെ വാഴ്ത്തുകയും സ്തുതിയുവാക്കപ്പെട്ട ശുശ്രൂഷരോടുകൂടെ ഇടവിടാതെ സ്തുതികൾ സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ സ്തോത്രത്തിൻ്റെ പ്രധാന ആചാര്യനായ യേശു മിശിഹ സ്വർഗീയാതിജാതന്മാരുടെ സഭയിൽ പ്രകാശത്തിൻ്റെ മക്കളോടുകൂടെ അവർ നിന്റെ തിരുമുമ്പാകെ കാണപ്പെടുമാറാകണമേ. അവരോടുകൂടെ നിനക്കും വാഴ്ത്തപ്പെട്ടവരായ നിന്റെ വിശുദ്ധ റൂഹായോടും എന്നാളും ഞങ്ങൾ സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ ഓശോ വബുക്കൂല സുബാൻ ബാർഹ്യമോ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. മോചനമാചാര്യർക്കേകുക ഹാലേലുയ്യ. തനുരക്തങ്ങളെ മോചനമിഴുവാൻ പാവനബലി പീഠേ കൈകളിൽ ലാഘോഷിച്ചവരാൻ ദേവാലയമിവയും ശുശ്രൂഷിച്ചോ ആചാര്യന്മാശം മാറിൻ ഇവരുടെ കടവാരം തിരുമയ്യാൽ നീക്കി പോക്കണമേ. പാപം രുതിരത്താൽ പാടിടും നാദാസ്തുതിയ നവനിൻ വലഭാഗേ പാർക്കുമോ. ശുഭഹോല പോലെ ബറുവൽ റൂഹോ കാദീശോ ഹാലേലുയ്യ. ആചാര്യത്വം മുൻനിർത്തി ശ്രീഹരിൽ മുമ്പൻ ശീമോനോടു നാദം ചൊന്നോ ഹ്രീനാദം ഹൃദ്യം നിന്നെ ഗ്രഹ നായകനാക്കി തന്നിടുന്നേ. അമ്പരധരണി ബന്ധനമോ കോലുകൾ നീ ബന്ധിച്ച ഞാനും ബന്ധിക്കും മോചിക്കും ഞാനും പാപികളെ പ്രതിയഭ്യർത്ഥി ചെന്നാൽ കേട്ടിടും
ആചാര്യേശ മസിഹാകൂദാശകളർപ്പിച്ചോ ആചാര്യന്മാർ കേകുക പുണ്യം നാദാസ്തോത്രം. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലുയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിന് തുല്യം നരനുടെ നാളുകളോ ഹാലേലൂയ പൂക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ മാറിക്കും. താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസേരനിൽ ജീവാസുരമതുണർത്തണമേ കബറിനുദ്യാനത്തിനായി സൗമൻ കാലോസ്കുറിയേലായിസോ. രക്ഷകനെ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചും നിൻ വിലയേറും രക്തകാസ പാനം ചെയ്തും മൃതരായോരേ നാശം നീക്കി ജീവിപ്പിച്ച് അണിയണം നിന്നെ നോക്കും നാവരിൽ കാന്തി മാറിക്കുമോ. മൃതരെ ജീവിപ്പിപ്പാൻ എഴുന്നള്ളും രാജാ മുകിലഴകിന്മേലാഘോഷിതനായി നയവാൻമാത്തൻ മുൻകൊമ്പിൽ നാദം കേട്ടിട്ട് അങ്കിയണിഞ്ഞതിരേൽപ്പാനായി പോയിടുന്നു. മരമതിനുയരേ കർത്താവേ കള്ളന് കിട്ടിയ നിന്റെ വരം തൃത്വത്തെ കൊണ്ടാടി മരിച്ചോരും കൈക്കൊണ്ടിടേണം. വർക്കുമോ ഞങ്ങളുടെ കർത്താവേ നിന്നെ ഭക്ഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം ഞങ്ങളുടെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോവുകയും നിന്റെ ജീവനുള്ള കാസായാകുന്ന പാനീയത്താൽ ഞങ്ങളുടെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആമേൻ. രക്ഷകനോര ചെയ്ത രക്തങ്ങൾ കൈക്കൊള്ളുന്നോരിൽ വാസം ചെയ്യും ഞാൻ.
പരിഹാരം നേടി നിശ്ചയമായി ജീവൻ പ്രാപിക്കും ഞങ്ങൾ. ഭാഗ്യമോർ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുമെന്നും അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നും പുണ്യവും പരിശുദ്ധവുമായ നിന്റെ തിരുവായി അരുളി ചെയ്ത വാഗ്ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ നിന്റെ പരിശുദ്ധ ശരീരം ഭക്ഷിക്കുകയും പുണ്യപ്രദമായ നിന്റെ രക്തം കുടിക്കുകയും ചെയ്തിരിക്കുന്നു. അത് ഞങ്ങൾക്ക് ന്യായവിധിക്കോ പ്രതികാരത്തിനോ ശിക്ഷയ്ക്കോ കുറ്റാരോപണത്തിനോ ആയി തീരാതെ ഞങ്ങളുടെ കർത്താവ് എന്നേക്കും ഞങ്ങളുടെ ദൈവമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട പുനരുത്ഥാനത്തിനും നിന്റെ ഭയങ്കര സിംഹാസനത്തിനു മുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി തീരണമേ. ആമീൻ. ഒട്ടകസിച്ച് പറയണം. പിതാവും പുത്രനും പരിശുദ്ധനുമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു. ആദി മുതൽ തലമുറ തലമുറകൾ വരെയും തനിക്ക് സ്തുതി. തലമുറ തലമുറകൾ വരെയും തനിക്ക് സ്തുതി. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിൻ്റെ നിത്യമായ പുതുക്കത്തിന് വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും ഞങ്ങളുടെ കർത്താവ് ദൈവമേ, തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്ക് വേണ്ടി വിലയേറിയതായ നിന്റെ തിരുശരീരത്തിൽ അനുഭവിക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ നിന്റെ അദൃശ്യമായ വലതുകരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കണമേ. വലിയവനും നമ്മുടെ രക്ഷിതാവായ യേശുമിശിഹായുടെ ദൈവത്തിൻ്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവ നൽകുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് ഇവയിൽ സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും
ഭൂമിയിലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. ആമേൻ. സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ, തൻ മാതാവിൻ ഉന്നതിയും മഹിമാമുടി സഹദേന്മാർക്കും മൃതരിൽ കരുണയും ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മശിഹ, ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ പരിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്ത പാപപരിഹാരം നൽകുന്ന നിന്റെ രക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ. ഞങ്ങളെല്ലാവരുടെ ജീവന രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പാടും കബറടഞ്ഞോർ നൽ ശരണം നീയേ, മൃതൻ ഉയർപ്പും നീ തന്നെ. കർത്താവേ, നിന്റെ സ്വർഗീയ വിരുന്നിൽ സംബന്ധിക്കുവാൻ ഞങ്ങളെ അർഹരാക്കി തീർത്ത നിന്റെ മഹാകരുണ നിമിത്തം ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ രഹസ്യങ്ങളുടെ അനുഭവം മൂലം ഞങ്ങൾ ശിക്ഷരായി തീരരുതേ. പിന്നെയോ നിന്റെ പരിശുദ്ധാത്മ സംസർഗത്തിന് ഞങ്ങൾ അർഹരായി തീരണമേ. ആദ്യം മുതലുള്ള സകല പുണ്യാത്മാക്കളോടും ഓഹരിയും അവകാശവും ഞങ്ങൾ പ്രാപിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്യനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വബകോല സബാലോൽമീൻ ബാരക്കുമോർ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമോ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിനു ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ഞങ്ങളുടെ മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന വലിയവനും വിസ്മയനീയമായ ദൈവമേ, ദയതോ നീ ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ഞങ്ങൾ നിത്യവും നിന്നെയും നിന്റെ ജനകനായ പിതാവാം ദൈവത്തെയും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്യനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൗഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വബകോല സബാലോൽമീൻ. മാനവരെ പ്രതിയാഗമതായൊരു
ശ്രേഷ്ഠാചാര്യ ഷെമ്മാശന്മാ പട്ടക്കാരോടു മേൽപട്ടക്കാർ ഇവരുടെ പാപ പിഴകള ശേഷം പോക്കിയിടണമേ. ഏറ്റണമിവരെ സൗഭാഗ്യമേഴും പറുദേശായിൽ സ്വീകാരകനും ബലിയും കർമ്മിയുമാം കരുണാബ്ദേ കർമ്മികളകിലം മോചനമേകും നിന്നെ നമിപ്പോ. മോചനമപരാധങ്ങൾ കേട്ടവരെ വാനിൽ നിന്നോടെ ഭോജന ശാലയിലാക്കുക കരുണാ സിന്ധോ. നാദാസവിധി പരിഹാരം നാഥ നീ കുറവുകൾ പോക്കുക മശിഹ സൂനോ നാഥ വിമല മാവാ സെയ്ലോൻ ബശ്ലോമോ ആഹായിൻ ഹാബിബായ്. എൻ്റെ വത്സല സഹോദരങ്ങളെ, കർത്താവിൻ്റെ പാപപരിഹാരപ്രദമാകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാഭക്ഷണത്തോടും അനുഗ്രഹങ്ങളോടുകൂടെ പരിശുദ്ധവും മഹനീയമായ തൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടെ പോകുവീൻ. ദൂരസ്ഥരും സമീപസ്ഥരും ജീവനുള്ളവരും വാങ്ങിപ്പോയവരും കർത്താവിൻ്റെ വിജയശ്ലീബായ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസായുടെ റൂഷ്മായാൽ മുദ്രയിടപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും, നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും, നിങ്ങളുടെ വാങ്ങിപ്പോടെ ആത്മാക്കൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമായ ദാസനാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ സഹായം പ്രാപിക്കുവാൻ ഇടയാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് തൃപ്തരായി സമാധാനത്തോടെ പോകുവീൻ. എന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവീൻ. അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. Thank you for watching this video. Please like, share and subscribe for my channel, the FOS Media HD.